നമസ്കാരം, ഞാൻ സന്തോഷ് രാജശേഖരൻ. ഡെയിലി ന്യൂസ് അറിയേണ്ട വാർത്തകളിലേക്ക് സ്വാഗതം. യുദ്ധക്കെടുതിയിൽ വില വർദ്ധിപ്പിച്ച് രാജ്യം. പ്രീമിയം പെട്രോളിന് ₹2.35 വർദ്ധിപ്പിച്ചു. വലിയ അളവിൽ നൽകുന്ന ഡീസലിന്റെ വില ₹22 കൂടി അധികമാകും. ₹87.67 നിന്ന് ₹109.59 വർധന. പമ്പുകൾക്കുള്ള ക്രെഡിറ്റ് സൗകര്യം നിർത്തലാക്കി. സ്റ്റോക്ക് അളവ് വെട്ടിച്ചുരുക്കും. പെരുന്നാൾ ദിനത്തിലും ഗൾഫിലേക്ക് ആക്രമണം നടത്തി ഇറാൻ. സൗദിയിൽ വീണ്ടും ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇതോടെ വധിക്കപ്പെടുന്നത് 6ാമത്തെ ഇന്ത്യക്കാരൻ. സമാധാന കരാർ രൂപപ്പെടുത്താൻ ലോകരാഷ്ട്രങ്ങൾക്കാകണമെന്ന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരത്ത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വിമാന കമ്പനികൾ അധിക ഇൻഷുറൻസും ഇന്ധന സർചാർജുമായി ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസിൽ ₹5000 മുതൽ ₹12,500 വരെ വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. സ്വർണവിലയിൽ വീഴ്ച തുടരുന്നു. ഇന്നലെ വൈകി പവന് ₹1440 കുറഞ്ഞു. വില ₹1,09,240 ലോക സന്തോഷ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 116ാമതാണെന്ന് മലയാള മനോരമ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ തവണ 118ാമതായി പാകിസ്ഥാനേക്കാൾ ഇന്ത്യ 14 രാജ്യങ്ങൾക്ക് പുറകിലാണെന്നതാണ് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം. 147 രാജ്യങ്ങളിൽ സന്തോഷമുള്ളവരിൽ 1ാം സ്ഥാനത്ത് ഫിൻലൻഡ് ആണെന്നും മനോരമ റിപ്പോർട്ട് പറയുന്നു. അടുക്കളയിൽ ഭാര്യയെ സഹായിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വിവാഹം ചെയ്യുന്നത് വേലക്കാരിയാക്കാനല്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. കോളേജ് അധ്യാപികയായ ഭാര്യയുടെ ക്രൂരതകൾക്കെതിരെ സ്കൂൾ അധ്യാപകനായ ഭർത്താവ് നൽകിയ വിവാഹമോചന ഹർജിയിലാണ് കോടതിയുടെ വിധി. പുതിയ CSI ദക്ഷിണ കേരള മഹാ ഇടവക ബിഷപ്പിനായുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന്. റവറന്റ് A. ധർമ്മരാജ റസാലത്തിന്റെ ഒഴിവിലേക്കാണ് പുതിയ ഇടയൻ എത്തുന്നത്. തലസ്ഥാനത്ത് പൈപ്പ് പൊട്ടൽ അനാസ്ഥ തുടർക്കഥയാകുന്നതിൽ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ. നേരത്തെ പൊട്ടിയതിന്റെ ഭാഗമായി കഴക്കൂട്ടവും നാലാഞ്ചിറയും പൂർണ്ണമായും നേരെയാകാത്ത അവസ്ഥയിലാണ്. വൈദ്യുതി തകരാർ കാരണം അരുവിക്കര പ്ലാന്റ് ഓഫായത്. ഇന്ന് രാത്രി വരെ ധാരാളം സ്ഥലങ്ങളിൽ ജലവിതരണം മുടങ്ങുമെന്നാണ് അറിയിപ്പ്. തിരുവനന്തപുരത്ത് നടൻ സുധീർ കരമന LDF സ്വതന്ത്രനാകുമെന്ന് സൂചന. ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി CMPയുടെ CP ജോണും BJPയുടേത് കരമന ജയനുമാണ്. മഞ്ചേരിയിൽ കോൺഗ്രസ് A ഗ്രൂപ്പ് രഹസ്യ യോഗം ചേർന്നതായി വാർത്തകൾ. തെരഞ്ഞെടുപ്പിൽ അർഹമായത് കിട്ടിയില്ല എന്നതടക്കം അടിയന്തര വിഷയങ്ങൾ A ഗ്രൂപ്പ് ചർച്ച ചെയ്തു എന്നാണ് വിവരം. കൊച്ചിയിൽ സിനിമാ നടിക്ക് നേരെ ലൈംഗിക അതിക്രമം. IT ജോലിക്കാരൻ വിപിൻ റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ഹർജി സുപ്രീം കോടതി ബുധനാഴ്ച പരിഗണിക്കും. മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയാണ് പരിഗണനയിൽ വരിക. മൂന്ന് തവണ വിളിച്ചിട്ടും സുധാകരൻ ഫോൺ എടുത്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സുധാകരനും TK ഗോവിന്ദനും പാർട്ടിയെ വഞ്ചിച്ചുവെന്നും പിണറായി പറഞ്ഞു. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൊട്ടിത്തെറിയിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയ 38 വയസ്സുകാരൻ സനീഷിന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിയതായിരുന്നു ചെങ്കൽ നരിക്കോട്ടുവിള ശാന്തിഭവനിൽ സനീഷ്.
കേന്ദ്ര സർക്കാർ നടപടികൾ ശക്തമാക്കി. 300 വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളും നിരോധിച്ചു. ഓൺലൈൻ ചൂതാട്ട വാതുവയ്പ് സൈറ്റുകളും പൂട്ടി. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ 8 അസിസ്റ്റന്റ് കാഷ്യർ തസ്തികകളിലേക്ക് അനധികൃത നിയമനങ്ങൾ നടന്നുവെന്ന് ആരോഗ്യവകുപ്പ് തന്നെ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ. CPM നേതാവ് PK ശശി പാർട്ടി വിട്ട് കോൺഗ്രസിലെത്തി കൈപ്പത്തി ചിഹ്നത്തിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഞെട്ടലായി. എത്ര വേഗമാണ് രാഷ്ട്രീയം മാറുന്നതെന്നും ഇത് ജനങ്ങൾക്ക് ഗുണകരമാകുമോ എന്നും ജനം അംഗീകരിക്കുമോ എന്നതുമാണ് ചോദ്യങ്ങൾ. എറണാകുളം ജില്ലയിലെ പ്രമുഖ BJP നേതാവ് TP സിന്ധുമോൾ തനിക്ക് സീറ്റ് കിട്ടാത്തതിലുള്ള വിയോജിപ്പ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. സംസ്ഥാന ഭാരവാഹികളിൽ എല്ലാവർക്കും സീറ്റ് നൽകിയിട്ടും തന്നെ മാത്രം ഒഴിവാക്കിയെന്ന് സിന്ധുമോൾ പരാതിയിൽ പറയുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. അറിയേണ്ട വാർത്തകളുമായി വീണ്ടും കേൾക്കാം. നമസ്കാരം.